ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ വറ്റൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ വറ്റല് എന്താണ് ഇന്നലെ നമ്മൾ ചോറ് വെച്ചത് ബാക്കി വന്ന്, അപ്പൊ അത് പഴഞ്ചോറായിട്ടുണ്ട്. പഴഞ്ചോറുന്ന വെള്ളച്ചോറുന്ന അങ്ങനെയൊക്കെ നമ്മളിവിടെ പറയൂ കേട്ടോ. അപ്പൊ നമ്മള് ചോറ് ഇങ്ങനെ ബാക്കി വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു കളയണ്ട, എന്താ അരിയുടെ വില അല്ലേ, അപ്പൊ കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതിനെ വറ്റലുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് വെള്ളത്തിൽ രാത്രി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ്. അപ്പൊ അതിനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനി ഈ പിഴിഞ്ഞെടുക്കണതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ചേർക്കണം. അപ്പൊ ഞാൻ ഈ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ വറ്റലുണ്ടാക്കും. എന്നിട്ട് അത് വല്ല ചായന്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കും. നല്ല ടേസ്റ്റും ആണ്. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ടോ നല്ലോണം ഇതായിട്ടുണ്ടത്. നമ്മളിവിടെ ഈ ചോറിന് വെള്ളച്ചോറ് എന്ന് പറയും, പിന്നെ പഴഞ്ചോറ് എന്ന് പറയും. കൂടുതലും വെള്ളച്ചോറ് എന്നാണ് കേട്ടോ പറയുക. അപ്പൊ വിചാരിച്ചു എന്തെങ്കിലും ബാക്കി വന്നില്ല, ഇനിയിപ്പോ ഇത് കളയണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് കളയാൻ തോന്നുന്നില്ല. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചായന്റെ കൂടി അതേ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ നല്ല വെയിലും ഉണ്ട്. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ്. അപ്പൊ വിചാരിച്ചു എന്തായാലും അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെയിലുണ്ടല്ലോ, അപ്പൊ വേഗം ഉണങ്ങി കിട്ടും. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ നമ്മളിത് വെയിലത്ത് ഇടണം. അപ്പോഴാണ് നന്നായിട്ട് ഉണങ്ങുള്ളൂ. നന്നായി ഉണങ്ങണം, എന്നാലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാക്കുമ്പോൾ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുഴച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ എന്താ നന്നായിട്ട് കുഴച്ചെടുത്ത് എല്ലാം അവിടേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണേ. അരച്ചെടുത്തിട്ടു. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല. അരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പീച്ചുമ്പോൾ നമുക്കത് ഇടാൻ കിട്ടില്ല. ഇതിപ്പോൾ അത് കളറുണ്ട് കേട്ടോ. ഇതിൽ റെഡ് കളറായിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടപ്പോൾ കളറുണ്ട്. പക്ഷേ വീഡിയോയിൽ ചിലപ്പോൾ അത്ര കളറൊന്നും തോന്നുന്നില്ല. നമ്മൾ കുറച്ച് ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു. ജീരകത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടി ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിട്ട് പീച്ചി എടുക്കണം കേട്ടോ. എടുത്ത് ഉണങ്ങാനിടാൻ കൊണ്ടുപോവുകയാണ്. നമ്മളിതാ ഇതിനെങ്ങനെ ഈ നൂലുപുട്ടിൻ്റെ അച്ചിലേക്ക് ഇതാക്കിയിട്ട് പീച്ചി എടുക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് ഒരുപാട് അങ്ങോട്ട് അരച്ചിട്ടുമില്ല കേട്ടോ. പാകത്തിന് അരച്ചെടുത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങോട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പീച്ച ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പീച്ചെടുക്കുക. അത് നന്നായി ഉണങ്ങിയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തലേ ദിവസമുള്ള ബാക്കി വന്ന ചോറിനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വറ്റലുണ്ടാക്കാം. കുട്ടികൾക്ക് ചായക്കോ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ അത് കഴിക്കാൻ കൊടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അതിങ്ങനെ. ചോറ് ബാക്കി വന്നാൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ അതാ നമ്മൾ വറ്റലിനുള്ളതൊക്കെ പീച്ചി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.